അല്ല, പാർട്ടി സെക്രട്ടറിയെ കാണും ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും. എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എലി അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല. എനിക്കതിൽ പറയാനുള്ളത്, ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പോൾ എലിയായിപ്പോയി, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, ADGPയെ മാറ്റി നിർത്തണമെന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ, അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെൻറ്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെൻറ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല അതിപ്പോൾ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിൻ്റെ പ്രൊസീജിയറില്ലേ? നിങ്ങൾക്കില്ല തിരക്ക്, എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന്, ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? അല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണ്ടല്ലോ. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസത അല്ല, അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് നടക്കണ കാര്യമല്ല. അല്ല, നിങ്ങളത് വിചാരിക്കേണ്ട, നടക്കൂല. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോൾ വിപ്ലവം ഉണ്ടാവരെങ്ങനെയാണ്? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി, സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ളൊരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറാൻ തയ്യാറല്ല. അതിൻ്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാമല്ലോ. അല്ല, ഇപ്പം ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ
MLA ഇത് അന്വേഷിക്കണം, MLA സാക്ഷികളെ കൊണ്ടുവരണം, MLA തെളിവുകൾ കൊണ്ടുവരണം, MLA വരെ അറസ്റ്റ് ചെയ്യണം, MLA വരെ ജയിലിലാക്കിയിട്ടില്ല, MLA മുങ്ങി. ആഹാ ഹാ ഹാ ഇതല്ലേ? എന്താ ചെയ്യാൻ പറ്റും? ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചനാ തെളിവുകളാണ്. അത്ര കൊടുക്കാൻ കഴിയൂ. ആ തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവുകൾ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ്, ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ. ഇവരെയൊക്കെ പാരെ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാര്? നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. ഇതിനൊരു നടപടിക്രമമില്ലേ? ആ നടപടിക്രമമില്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പോയി ഹൈക്കോടതി പോയി ഒരു സ്റ്റേ വാങ്ങിയാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലേ? ഞാനതാ പറഞ്ഞത്, ഒരു ഹെഡ് മാസ്റ്ററെ കുറിച്ചുള്ള പരാതി ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക്, ഒരു ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിനൊരു സമയം എടുക്കുമായിരിക്കും. വി വിൽ വെയിറ്റ് ആൻഡ് സീ. മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എൻ്റെ കമ്മിറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി അങ്ങനെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടാ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ. അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം? ഏത് ജൂനിയർ ഓഫീസർ ഇപ്പോൾ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയുക, അവരുടെ ലൈഫ് ഹിസ്റ്ററിയുള്ള നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആണ്, ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. അന്വേഷണം അങ്ങനെ പോകുന്നത് നോക്കാം നമുക്ക്. അല്ല, നിങ്ങളെന്താ അറിയോ, നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം അല്ല ഞാൻ പറയട്ടെ, കണ്ട് ശീലിച്ചവരാണ്. അപ്പം ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം, SP-യുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും CM-ൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല. എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള എൻ്റെ ഗൺമാന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പിന്നിൽ ആ ധർമ്മം, എൻ്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ്. ബാക്കി ഇപ്പോൾ ഞാനിത് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, ഇപ്പോൾ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാമെന്നല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എൻ്റെ തീരുമാനമാണ്. അല്ല, ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അന്വേഷണം നടക്കുമല്ലോ, അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും. മനസ്സിലായോ? ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും. ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം. അതിന് മുന്നിൽ ഞാനുണ്ടാകും. അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തനെ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. പ്രതിപക്ഷം വിട്, അല്ല എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇവിടുത്തെ ഏജൻസി, ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെൻറ്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ. ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ലേ IPS ലീവിന്? എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാൻ. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്.